രാജ്യത്തുടനീളം പലരും ഭീകരവാദികളും തീവ്രവാദികളുമാക്കാൻ ശ്രമിക്കുകയാണ്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ മുസ്ലിമീങ്ങളെ ഒന്നടങ്കം തീവ്രവാദികളാക്കാൻ ശ്രമിക്കുകയാണ് പലരും. അവരോടായി എനിക്കൊരു കഥ പറയാനുണ്ട്. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ കഥ. സംഭവം അരങ്ങേറുന്നത് ഭീകരാക്രമണം നടന്ന പെഹൽഗാമിൽ തന്നെയാണ്. ആദിൽ ഹുസൈൻ ഷാ കാലങ്ങളായി പെഹൽഗാമിൽ കുതിരസവാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ അന്നും സഞ്ചാരികളെയുമായി ബൈസാരൻ മലഞ്ചെരുവിലെത്തി ആദിൽ. പക്ഷേ പതിവിന് വിപരീതമായി പൈൻ മരങ്ങൾക്കിടയിൽ നിന്നും കുതിച്ചു വന്ന ചിലർ ആദിലിനു നേരെ റൈഫിൾ ഉയർത്തി. പേര് ചോദിച്ച് ആദിൽ മറുപടി പറഞ്ഞപ്പോൾ മാറ്റി നിർത്തിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയില്ല ആദിൽ. തൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടെ ആ മലമുകളിലേക്ക് കൊണ്ടുവന്ന സഞ്ചാരികളെ സംരക്ഷിക്കാനാണ് ആദിൽ ശ്രമിച്ചത്. സഞ്ചാരികൾക്ക് നേരെ ചൂണ്ടിയ റൈഫിൾ ആദിൽ തട്ടിമാറ്റി. തോക്ക് ചൂണ്ടിയവനെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയെന്ന് തോന്നിയിടത്തായിരുന്നു ആദിലിന് നേരെ മറ്റൊരു തോക്ക് ചൂണ്ടുന്നത്. ആ തോക്കിൽ നിന്നും പാഞ്ഞു വന്ന ബുള്ളറ്റ് ആദിലിൻ്റെ ഹൃദയം തകർത്ത് ഉള്ളിലോട്ട് കയറി. അതെ, ആദിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്ത്യക്ക് വേണ്ടി ആദിൽ രക്തസാക്ഷിയായി. ഈ ഭീകരാക്രമണത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ മനസ്സിലാക്കാതെ പലതും പറഞ്ഞു വരുത്തുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ആദിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയത് തൻ്റെ കുടുംബത്തിനായോ തനിക്ക് വേണ്ടിയോ ആയിരുന്നില്ല. തന്നോട് രക്ഷപ്പെടാൻ പറഞ്ഞപ്പോഴും അദ്ദേഹം മനുഷ്യപ്പറ്റോടുകൂടെ പൊരുതിയത് ഇന്ത്യക്ക് വേണ്ടിയാണ്. ഭീകരർക്ക് നേരെ തൻ്റെ നെഞ്ചും വിരിച്ചു പോരാടിയത് ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു. ഇന്ത്യ രാജ്യത്തിനുമേൽ അഴിച്ചുവിട്ട ആക്രമണത്തിന് എതിരായിരുന്നു. ഇന്ത്യൻ മുസൽമാനെ പൂർണ്ണമായും തീവ്രവാദികളായി മുദ്രകുത്തുന്ന തിരക്കിലാണിപ്പോൾ പലരും. അവരൊന്ന് ചിന്തിക്കുക. ആദിൽ എന്ന് പറയുന്ന വ്യക്തി വെറും ഒരു മാതൃക മാത്രമാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഭംഗിയും സൗന്ദര്യവുമെല്ലാം ഇന്ത്യയുടെ മതേതരത്വമാണ്. ഇന്ത്യയുടെ ഐക്യത്തെയും കെട്ടുറപ്പിനെയും തകർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുമ്പോൾ നിങ്ങൾ തീവ്രവാദികളായി മുദ്ര ചാർത്തേണ്ടത് അവരെയാണ്. നമുക്ക് നല്ലൊരു നാളേക്കായി, ഇന്ത്യയുടെ ഭാവിക്കായി കൈകോർക്കാം. ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.